നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇവന്റ് ജേർണിയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഒരു സീസൺ ഓഫ് സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സീസണെ മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് അമൃത ടിവിയുടെ പ്രേക്ഷകർക്കായി നമ്മൾ പ്രത്യേകം അണിയിച്ചൊരുക്കുന്ന ഒരു ഇവന്റ് ആണ് രസകഥാനായകൻ ജയറാം. അപ്പൊ ഈ രസത്തിന്റെ ഒരു കൊട്ടേഷൻ മൊത്തത്തിൽ എടുത്തിട്ടുള്ള നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സ്വന്തം രമേശ് ഏട്ടനെ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? പ്ലീസ് വെൽക്കം അവർ വെരി ഓൺ രമേശ് പിഷാരടി. നമസ്കാരം. ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ നമ്മൾ പല ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതിനൊരു രസം വരുന്നത്. ഇപ്പോൾ ഓണസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ പലപ്പോഴും മറ്റൊരു രാജ്യത്തും ഇല്ല. അതിൽ മധുരമുള്ള പായസമുണ്ട്, ഇഞ്ചിപ്പുളിയുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, എത്ര വിഭവങ്ങളാണ് വിവിധ ടേസ്റ്റുകളായിട്ടുള്ളത്. അതുപോലെയുള്ള ഒരു ഷോയാണ് രസകഥാനായകൻ ജയറാം. അത്തരത്തിലൊരു ഷോ പ്ലാൻ ചെയ്യുമ്പോൾ കലയുടെ സമസ്ത മേഖലകളിലും മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും രസം കൊടുത്ത ഒരാൾ അതിലുണ്ടാകുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഏത് മേഖലയിൽ എവിടെ കൊണ്ട് നിർത്തിയാലും, അത് വേദിയാണെങ്കിൽ, ടെലിവിഷൻ ആണെങ്കിൽ, സിനിമയാണെങ്കിൽ, ഏതു ഭാഷയിലുള്ള സിനിമയാണെങ്കിലും, പൂരപ്പറമ്പിലാണെങ്കിൽ എന്ന് വേണ്ട എവിടെ കൊണ്ട് നിർത്തിയാലും ആ പ്രദേശവുമായി ഏറ്റവും മനോഹരമായി ഇടുങ്ങിച്ചേർന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചും മുന്നിലിരിക്കുന്ന പ്രേക്ഷകന് അനന്തമായ ആസ്വാദനം നൽകുന്ന ഒരു ബഹുമാനപ്പെട്ട കലാകാരൻ. ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുള്ളത് ഒരു ആഘോഷകാലത്ത് അദ്ദേഹം തന്ന ഒരു ഷെയ്ക്ക് ഹാൻഡിൽ നിന്നുമാണ് മലയാള സിനിമയിൽ ഒരു സംവിധായകനായി ഞാൻ പുറപ്പെട്ടത്. അപ്പം ഞാൻ പിന്നീട് ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ച് അതൊരു ടെലിവിഷൻ പ്രൊഡക്ഷൻ, രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് എന്ന പേരിൽ നമ്മൾ എത്രയോ എപ്പിസോഡുകൾ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന പരിപാടി ഇതേ ചാനലിൽ ചെയ്യുമ്പോഴും അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഇന്നാണ്, ഇപ്പോഴാണ്. ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം നമ്മളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ആ രസകഥാനായകനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. പെരുമ്പാവൂരിലെ പൊക്കമേറെയുള്ളൊരു അപ്പാവി പയ്യൻ കണ്ട സ്വപ്നത്തിന് അവനേക്കാൾ ഏറെയായിരുന്നു ഉയരം. അനുകരണ കളരി അവന് ആ സ്വപ്നലോകത്തേക്കുള്ള സോപാനമായി. ആബേലച്ചന്റെ അനുഗ്രഹത്താൽ ഉലകം ചുറ്റിയ ആ കലാകാരന് വെള്ളിത്തിരയിലേക്ക് അപാരമായൊരു ഹരിശ്രീ. അപരൻ, സാക്ഷാൽ അഭ്രഗന്ധർവനിലൂടെ അരങ്ങേറ്റം കുറിച്ചവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നെങ്കിലാണ് അത്ഭുതം. മായ, നിങ്ങളവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവള് നിങ്ങളുടേതായിരിക്കും. തൊട്ടയൽപ്പക്കത്തെ ചെറുപ്പക്കാരുടെയെല്ലാം ജീവിതത്തിന് ജയറാമിന്റെ ഛായയായിരുന്നു 90കളിൽ. പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ടോ, അവരുടെ പ്രണയക്കിനാക്കളിൽ ഈ നടനോളം പാടി അഭിനയിച്ചവരില്ല. നാട്ടിടവഴികളിലെയും നഗരവീഥികളിലെയും തുടർച്ചയായ ബോക്സ് ഓഫീസ് വിസ്ഫോടനങ്ങൾ. അതെ, ആക്ഷൻ ചിത്രങ്ങളിലൂടെ മാത്രം സൂപ്പർ താര പദവിയിലേക്ക് എത്തുകയെന്ന ചലച്ചിത്ര സമവാക്യത്തെ കീഴ്മേൽ മറിച്ച് ഇതാദ്യമായി ദക്ഷിണേന്ത്യൻ സിനിമയിൽ പിറക്കുക തന്നെയായിരുന്നു ഒരു ഫാമിലി സൂപ്പർ ഹീറോ. ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തും അനായാസമായിരുന്നു ആ പരകായ പ്രവേശങ്ങൾ. ദേവഭാഷയായ സംസ്കൃതം ഉൾപ്പെടെ 5 ഭാഷകൾ, 3.5 പതിറ്റാണ്ടുകൾ. അനുപമമായ ഈ ചലച്ചിത്ര സബരിയയിൽ എബ്രഹാം ഓസ്ലർ എന്ന ടൈറ്റിൽ ക്യാരക്ടറാണ് പുതുപ്രതീക്ഷ. എത്ര വലിയ താരത്തിരക്കുകൾക്കിടയിലും ആനയും മേളവും ആർത്തിരമ്പുന്ന മനസ്സും അനുകരിക്കാനാവാത്ത അനുകരണാഭിനിവേശവും ജീവശ്വാസമാണ് ഈ ബഹുമുഖ പ്രതിഭയ്ക്ക്. മലയാളികളുടെ സ്വന്തം ജയറാമേട്ടന്, പത്മശ്രീ ജയറാമിന് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. നമസ്കാരം. ആദ്യമായി അമൃത ടി വിയുടെ
എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഉത്സവകാലം എന്ന് തന്നെ പറയാം. ഓണം മാത്രമല്ല, വർഷം മുഴുവൻ നമുക്ക് ഒരുപാട് ആഘോഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്സവകാലങ്ങൾ എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ട് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം എല്ലാ അമ്പലപ്പറമ്പുകളിലും മുടങ്ങാതെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ചെണ്ട കൊട്ടുന്ന സ്ഥലത്തും ആനയുടെ മുമ്പിലും ഇതൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഏറ്റവും കൂടുതൽ ഫ്ലറിഷ്ഡ് ആക്കിയിട്ടുള്ളത്, എൻ്റെ പെരുമ്പാവൂരിലെ കുട്ടിക്കാലം. അതിനുശേഷം ഇത്തരം ഓണം അല്ലെങ്കിൽ വിഷു പോലെയുള്ള ആഘോഷങ്ങൾ വരുന്ന കാലത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാം, മിമിക്രിക്ക് പോകാൻ കിട്ടുക, അതിനുള്ള അവസരങ്ങൾ കിട്ടുക. അതിനുശേഷമാണ് കലാഭവനിലെത്തുന്നതും കലാഭവനിലെത്തിയ ശേഷവും ഇങ്ങനെയുള്ള ഒരുപാട് ഉത്സവ പറമ്പുകളിൽ നമ്മൾ ചെന്നെത്തുന്നത് ഈ ഓണക്കാലത്തും ഈ ആഘോഷ ദിനങ്ങളിലൊക്കെയാണ്. അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഒന്ന് തല കാണിക്കാനുള്ള അവസരം ഉണ്ടാവുമോ എന്ന് കൊതിച്ച് നടന്ന ഒരുപാട് കാലങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതിനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു. കഴിഞ്ഞ 35 വർഷങ്ങൾക്ക് മുകളിലായി നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവും ഒക്കെ കൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ആയി ഇങ്ങനെ പോകുന്നത് എല്ലാം കൊണ്ടും തിരിച്ചും ഈ അമൃത ടെലിവിഷൻ്റെ ഈ ഓണനാളുകളിലുള്ള ഈ ഒരു ഉത്സവ സമയത്ത് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അടുത്ത ആളെ വിളിക്കട്ടെ. അടുത്ത ആളെ നമുക്ക് വിളിക്കാം. അടുത്തതെന്ന് പറയുന്നത് 2 പേരാണ് ജയറാമേട്ട നമ്മുടെ രസകഥാനായകൻ ലെനി വരാൻ പോകുന്നത്. ശരിക്ക് 2 പേരാണ് അവതരിപ്പിക്കാൻ നിൽക്കുന്നത്. ഞാൻ അവരെ ഹൈജാക്കി ഞാൻ അങ്ങ് പറയാന്ന് വെച്ചു 2 പേര്. കാരണം 2 പേരും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിലൊരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരുപാട് സമയങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള, ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ള, ചേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, പോരട്ടെ ഇനിയും പോരട്ടെ അതൊന്ന് അത് ഏതാണ്ട് ഉറപ്പിക്കാം. ഇനി ജയറാമേട്ട ഒരാളും കൂടെ ഉണ്ട്. അത് ജയറാമേട്ടൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ വളരെ പ്രിയപ്പെട്ട നായികയാണ്. ജയറാമേട്ടനെ പോലെ തന്നെ ഇവിടെ നിന്ന് തമിഴിൽ പോയി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നായികയാണ്. പാലാ പ്രദേശങ്ങളിൽ നിന്നാണ് ഈ നായിക. എന്നാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരെ 2 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധർമ്മജൻ ബോൾഗാട്ടി ആൻഡ് മിയ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയൊരു ആളെ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് ഭയങ്കര ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ചാരിതാർത്ഥ്യം എന്നുള്ള വാക്ക് നീ പറയുന്ന ആദ്യമായിട്ട് കേൾക്കാത്ത. അങ്ങനെയാണ് അല്ല ഞാൻ ഒന്നും കൂടി പറഞ്ഞു വിട്ടെ. ഞാൻ ജയറാമേട്ടൻ്റെ ആദ്യത്തെ പടം അപരനാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കോളനിയിൽ, എറണാകുളത്ത് കോളനിയിൽ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നൊരു സീൻ കണ്ടിരുന്നു. 36 വർഷം മുമ്പാണത്. 36 വർഷം മുമ്പ്. അപ്പൊ എന്റെ പ്രായം അളക്കരുത്. അല്ല, എനിക്കതൊന്നും അല്ല അത്ഭുതം. ഇന്നലെ നടന്ന കാര്യം ചോദിച്ചാൽ മറന്നു പോകുന്നവനെ ഇവൻ. എനിക്ക് ജയറാമേട്ടനെ പറ്റി പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഒരുമിച്ച് അമേരിക്കൻ ഷോ പോയല്ലോ. ഞാനും ഇവനും കൂടി ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ടൈമിന് ഏറ്റവും കൂടുതൽ ഈ പാട്ടുകൾ അഭിനയിച്ചേക്കണത് നസീർ സാറായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മോഹൻലാലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നല്ല പാട്ടുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാള് ജയറാമേട്ടൻ. അല്ല, എൻ്റെ ഒരു ഭാഗ്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ 81-82 കാലഘട്ടങ്ങളിലാണ് ഞാൻ മിമിക്രിയുമായിട്ട് നടക്കുമ്പോൾ ചെമ്പൈ സംഗീതോത്സവം പാലക്കാട് വെച്ച് നടക്കുന്നു. അപ്പോൾ അതിൽ മിമിക്രി കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അവിടെ ചെന്ന് മിമിക്രി കാണിക്കാൻ കയറുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ദാസേട്ടനാണ് ഇനാഗുറേഷൻ. ദാസേട്ടൻ വരാൻ കുറച്ച് ലേറ്റാവും, 10 മിനിറ്റ്. അപ്പോൾ എന്തെങ്കിലും കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിൽ നിന്ന്. സ്റ്റേജിൽ മിമിക്രി തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും സാക്ഷാൽ ഗാനഗന്ധർവൻ നേരിട്ട് വരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ദാസേട്ടനെ കാണുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് സ്വപ്നം കണ്ട് നടന്നിരുന്നതാണ് ഞാൻ. അങ്ങനെ എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല.
അപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ദാസരൻ പറഞ്ഞു വേണ്ട, അവിടെ ഒന്ന് കാണിക്കട്ടെ അയാളുടെ പ്രോഗ്രാം ഞാൻ കേട്ടോണ്ടാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കത് മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടനും ഫാമിലിയും പ്രഭചേച്ചിയൊക്കെ ഉണ്ട്. അവർ മുമ്പിലിരിക്കുന്നു. ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മിമിക്രി കാണിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ദാസേട്ടൻ്റെ മുഖം, ദാസേട്ടൻ ഒരു ടർക്കി ടൗൽ ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുന്നത് മുഴുവൻ എനിക്ക് ഇപ്പോഴും. ദാസേട്ടന്റെ ഗാനമേളയുടെ ഇടയിൽ മിമിക്രി കാണിച്ചിട്ടുള്ളത് ചുരുക്കം ചില ആൾക്കാരാണ്. അന്ന് ഞാൻ വന്നിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞു വന്ന കഥയുടെ ഒരു ഏറ്റവും ഇതെന്ന് വെച്ചാൽ ദാസേട്ടൻ ആ പ്രോഗ്രാം മുഴുവൻ ചിരിച്ചു കഴിഞ്ഞ് നേരെ സ്റ്റേജിലേക്ക് വന്ന് ഞാൻ കാല് തൊട്ട് തൊഴുത് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പറഞ്ഞിങ്ങനെ വളരെ നന്നായിരുന്നു കേട്ടോ, എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. എങ്കില് അടുത്ത ആഴ്ച ബോംബെയിലേക്ക് വന്നോളൂ, അവിടെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അടുത്ത ആഴ്ച നേരെ പോന്നു. ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാം ദാസേട്ടന്റെ കൂടെ ഇന്റർവെല്ലില്. അപ്പോൾ അത് ഞാൻ ഒരുപാട് കാലം ഈ ചെറിയ ഓഡിയോ കാസറ്റിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെവിടെയോ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അടുത്തതായി ഒരു 5 നിമിഷം വിശ്രമമാണ് നിങ്ങൾക്കും എനിക്കും. പക്ഷെ ആരും പോണമെന്നില്ല. നിങ്ങളെ കൂടുകൂടെ ചിരിപ്പിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് ഒരാളെത്തിയിട്ടുണ്ട്. പേര് ജയറാം എന്നാണ്. ഈ അദ്ദേഹത്തിന് ഭയങ്കര വാശിയുണ്ട്. ഇതും കൂടെ പറഞ്ഞ് മിയ എന്തായാലും മിണ്ടണം കേട്ടോ, അല്ലെങ്കിൽ ആഹാരമൊന്നും ഞാൻ പൈസ തരുന്നില്ല എന്ന്. ഇവിടെ വന്ന് വെറുതെ നിന്നിട്ട് പോകാൻ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഞാൻ സാധ്യതയുണ്ട്. വളരെ കാര്യമായിട്ട് ഈ കഥയൊക്കെ കേട്ടോണ്ടിരിക്കുക. അല്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ ഒരു ഇൻട്രോ പറഞ്ഞ് അല്ലേ, അതൊരു വലിയ കാര്യമാണ്. ഒരു പേര് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പറയുന്നില്ല. ദാസേട്ടന്റെ കൂടെ ഉണ്ടായ ആളാണ്. അത് മാത്രല്ല, ധർമ്മൻ പറഞ്ഞു വന്നപ്പോ അതിങ്ങനെ ഓർത്തെടുത്ത. കാരണം അത് മാത്രല്ല, അത് കഴിഞ്ഞ് ദാസേട്ടൻ അന്ന് ഇവിടെ പാടുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. ഈ ശബ്ദം, ദൈവമേ, ഈ ശബ്ദത്തിൽ ഒരു വാക്ക് ഒന്ന് പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ എന്റെ പ്രാർത്ഥന 100% സിൻസിയർ ആയിരുന്നു. 100 കിടക്കൊരു പാട്ടാണ് ആ ശബ്ദം. എത്ര പടമാണ് ജയറാമന്റെ കൂടെ ഉള്ളത്? ഞാന് സലാം കാശ്മീർ എന്ന് പറഞ്ഞ പാടവും പട്ടാഭിരാമിലും ചെയ്തിട്ടുണ്ട്. അതെ. അതുപോലെ തന്നെ പട്ടാഭിരാമൻ എന്ന് പറഞ്ഞ പടത്തില് ധർമ്മനുണ്ട്, ജയറാമേട്ടന്റെ മിയയുണ്ട്, ഞാനുണ്ട്. ജയറാമേട്ടന്റെ ഇതുവരെയുള്ള ഞാൻ കണ്ട് പരിചയത്തിൽ നിന്ന് ഒരുപാട് കഥകളുള്ള ആളാണ്. ഞങ്ങളൊരു വെഡിങ് റിസപ്ഷന് പോയപ്പോഴത്തേക്കും ജയറാമേട്ടന്റെ ഫാമിലിയുടെ കൂടെ ഒപ്പം ഇരുന്നിട്ട് ആ ടേബിളിൽ, റൗണ്ട് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ആയിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. പാർവതി ചേച്ചിയും കണ്ണനും ചക്കിയും ഒക്കെ ജയറാമേട്ടനെ ഭയങ്കരമായിട്ട് ട്രോളാണ്. എങ്ങനെ ഇവരുടെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത്. കാരണം അവര് ഒരു രക്ഷയുമില്ല. അമ്മ ഒരു ഡയലോഗ് പറഞ്ഞ് നിർത്തി കഴിയുമ്പോഴത്തേക്കും മോൾ അതിൽ കയറി പിടിക്കും. അങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ സർവൈവ് ചെയ്യാം. അവരുടെ 3 പേരുടെ ഇടയ്ക്ക് ജീവിച്ചു പോകുന്നേക്കാൻ പറ്റില്ല. നമ്മള് ധർമ്മന്റെ അടുത്ത് വരെ പിടിച്ചു വെക്കും. അത് നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ആരാണ് ഏറ്റവും നമുക്ക് സുല്ലിട്ടത് ആരുടെ അടുത്ത്? ഒരിക്കൽ മെക്സിക്കോ ബോർഡറിൽ ഒരു പരിപാടിക്ക് പോയിട്ട് ഞാനും ജയറാമേട്ടനും കണ്ണനും കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ അവിടെ എന്തോ ഒരു ചെറിയ പെർഫോമൻസ് ഒക്കെ നടത്തുന്നു. അയാൾ അവിടെ അങ്ങനെ വെറുതെ ഇരുന്ന് കൈനീട്ടിയാൽ ആരും പൈസ തരൂല്ല. അവിടെ എന്തെങ്കിലും പണിയെടുത്താല് പൈസ വരുള്ളൂ. അപ്പൊ അവരെ ഹോട്ടലിൽ ആ ജംഗ്ഷനിൽ ഒരാൾ എന്തൊക്കെയോ കൈകുത്തി നടക്കുന്നു, ഇത് കാണിക്കുന്നു, ഒരുത്തൻ തൊപ്പിയും കൊണ്ട് പിരിക്കുന്നു, പൈസ മേടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വണ്ടി ഇത്തിരി ദൂരം മാറ്റിയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജയറാമേട്ടൻ വണ്ടിക്കകത്തുനിന്ന് ഒരു ചെണ്ടയും ഒരു ഗിഞ്ചറും എടുത്തു, വഴിയരികിലിരുന്ന് അടിച്ചു. ധർമ്മജൻ ഞാനൊക്കെ ചില നൃത്തങ്ങൾ കാണിക്കുന്നു. കണ്ണൻ തൊപ്പിയായിട്ട് നടന്നിട്ട് ഒരു $10-60 അവിടെ നിന്നും യാചിച്ചുണ്ടാക്കി അതുകൊണ്ട് ബർഗർ മേടിച്ച് തിന്നതാ ഞങ്ങള്. അതിന്റെ വീഡിയോ ഉണ്ട് എന്റെ കയ്യിൽ. അത് നമുക്ക് കൂടുതൽ രസകഥകളുമായിട്ട് മുന്നിലേക്ക് പോവാം. നമുക്ക് അവിടെ ഇരിക്കാം.